എഡിറ്ററെ കാണുവാനില്ല, അല്ലെങ്കിൽ എഡിറ്റർ ഈസ് മിസ്സിങ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ശീർഷകം എടുത്തിരിക്കുന്നത് റൂബൻ ബാനർജിയുടെ പുസ്തകം എഡിറ്റർ ഈസ് മിസ്സിങ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നായിരിക്കും. അത് എൻ്റെയും രാധാകൃഷ്ണൻ്റെയൊക്കെ ഞങ്ങളുടെ കൊളീഗായിരുന്നു ഇന്ത്യ ടുഡേയിൽ റൂബൻ. അതിനകത്തുള്ള പ്രധാന പ്രശ്നം, ഞാൻ, രാധാകൃഷ്ണൻ, ഇവിടെ ഇരിക്കുന്ന മിക്കവരും ഞങ്ങളൊക്കെ ഈ അങ്കിൾ മീഡിയയെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾ വൈൽ വി വർ സ്ലീപ്പിംഗ് ലാസ്റ്റ് നൈറ്റ് എൻറ്റയർ തിങ്സ് സീനാരിയോ ചേഞ്ച് എന്നുള്ള കാര്യം അത് ഇവിടുത്തെ ഡയസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, ഈ ടൈറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ ടൈറ്റിലിനെതിരായിട്ട് ആണ് ആർഗ്യൂ ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി ദർ വിൽ ബി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ഞാൻ പറയുന്ന എഡിറ്റർ ഈസ് നോട്ട് മിസ്സിങ് എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമ്മൾ എഡിറ്റർ എന്ന് മിസ്സിങ് എന്ന് പറയുമ്പോൾ വി ആർ ലുക്കിംഗ് അറ്റ് ദ റോങ് പ്ലേസസ്. നമ്മൾ നോക്കുന്നത് തെറ്റായ മാധ്യമങ്ങളിൽ നോക്കുമ്പോഴാണ് നമുക്ക് എഡിറ്റർ ഈസ് മിസ്സിങ് എന്ന് മാത്രമല്ല, ട്രഡീഷണൽ ലെഗസി മീഡിയ കംപ്ലീറ്റ് റീഇൻവെൻഷൻ ആവശ്യമായ ഒരു വേക്കപ്പ് കോളാണിത്. അത് ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു വേക്കപ്പ് കോളുള്ള സമയത്ത് ഈ കഴിഞ്ഞ 2014 തൊട്ട് തീർച്ചയായിട്ടും എഡിറ്റർ മിസ്സിങ് ആയിരുന്നു. അത് 2014 തുടങ്ങിയതല്ല. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ചാർട്ട് പോലെ ക്രോണോളജി വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് ഓഫ് ജേർണലിസം എന്ന് പറയുന്നത് 1978 to 89, 90 അല്ലെങ്കിൽ 91 വരെ. 92 പോലും ഇപ്പോൾ സെക്യൂരിറ്റി സ്കാം, എനിക്കാണ് അവസാനത്തെ ലാസ്റ്റ് ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സുജേത ദലാലിൻ്റെ സെക്യൂരിറ്റി സ്കാം, വിച്ച് അപ്പിയർഡ് വിച്ച് ഇക്കണോമിക് ടൈംസ് അല്ല അത് ബ്രേക്ക് ചെയ്തത്, ടൈംസ് ഓഫ് ഇന്ത്യയാണ് ബ്രേക്ക് ചെയ്തത്. ഇന്ത്യയിലെ പിങ്ക് പ്രസ് അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്കാം ബ്രേക്ക് ചെയ്തത് ഫിനാൻഷ്യൽ ഡെയിലി അല്ല, ജനറൽ ഡെയിലി. അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ, സുജേത ദലാൽ അവിടെയായിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡ് അത് നോക്കുകയാണെങ്കിൽ ഒരു അതോറിറ്റേറിയൻ ഫേസ്, അത് കഴിഞ്ഞ് ഗോൾഡൻ ഏജ് ഓഫ് ജേർണലിസം ഞങ്ങളുടെയൊക്കെ ഓർമ്മയിലുള്ള. അതിന് മുമ്പ് തീർച്ചയായിട്ടും ജേർണലിസം പണ്ട് തൊട്ടേ നൂറ്റാണ്ട് അപ്പോൾ ഒരുപാട് ഫേസസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഓർമ്മയുള്ള ഫേസ് അതാണ്. അതിനുശേഷം 1992, 93 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റഡി ഡിക്ലൈൻ എന്ന് പറയാം, ഡൗൺഫോൾ ഓഫ് ജേർണലിസം എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇറ്റ്സ് അഗെയിൻ റിവൈവലാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ നമ്മൾ ഡെസ്പണ്ടൻ്റാണ്, എഡിറ്റർ ഈസ് മിസ്സിങ്, അങ്ങനെ പല കാര്യങ്ങളും കാണുന്നത്. അതിന് കാരണം നമ്മൾ നോക്കുന്നത് പലപ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞ അങ്കിൾ മീഡിയ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, നമ്മൾ മുത്തശ്ശി മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന മീഡിയ. ഞാനിവിടെ പറഞ്ഞു കേരളത്തിൽ ജന്തർ മന്ദർ കവർ ചെയ്ത വളരെ എക്സംപ്ലറി ആണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കൽക്കട്ടയിലായിരുന്നു. അതുകൊണ്ട് ഐ ആം അൺഎബിൾ ടു കമൻറ്റ് ഓൺ ഇറ്റ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് കേരളത്തിലുണ്ട്. അതായത് ഫെബ്രുവരി 24 വരെ ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. അപ്പം കണ്ട ജേർണലിസം ഇറ്റ് ഇസ് ആസ് ബാഡ് ഓസ് വേഴ്സ് ദാൻ ഇന്ത്യൻ മറ്റുള്ള, അറ്റ്ലീസ്റ്റ് ഉത്തർപ്രദേശിലെ ജേർണലിസം മറ്റ് നമ്മൾ കളിയാക്കാൻ നമുക്കറിയാം. അവർ വെറുപ്പ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വല്ലാത്തൊരു ബാലൻസിങ് ആക്റ്റാണ് കേരളത്തിലെ ജേർണലിസം എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഫോംസ് ഓഫ് ജേർണലിസം. ഫെബ്രുവരിക്ക് ശേഷം ഭയങ്കര ചേഞ്ച് ഉണ്ടായിട്ടെന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനതിനകത്ത് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറയുമ്പോൾ സോഷ്യൽ മീഡിയ, പ്രിൻറ്റ് മീഡിയ, മറ്റ് ടെലിവിഷൻ മീഡിയ, ഡിജിറ്റൽ മീഡിയ, അപ്പം ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ദർ ഇസ് ഓൺലി വൺ തിങ്, ജേർണലിസം എന്ന് തന്നെ എടുത്താൽ മതി. അതുപോലെ ജേർണലിസ്റ്റിൽ ദർ ആർ ഓൺലി 2 പോസ്റ്റ് ഇൻ എ ന്യൂസ് പേപ്പർ, ദാറ്റ് ഇസ് സബ് എഡിറ്റർ ആൻഡ് റിപ്പോർട്ടർ. എവറിത്തിങ് എൽസ് ഇസ് പ്രൊമോഷന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി. ഈ 2 പോസ്റ്റേ ഉള്ളൂ ഒരു പത്രസ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു മീഡിയ ഓർഗനൈസേഷനിൽ. ഡിജിറ്റൽ മീഡിയ ആയിക്കൊള്ളട്ടെ, ഏത് മീഡിയ ആയിക്കൊള്ളട്ടെ, ഈ 2, അതായത് ഒരു വിഭാഗം ന്യൂസ് ഗ്യാദർ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. മറ്റേ വിഭാഗം അതിനെ പ്രസൻറ്റബിളായിട്ട് ഏത് രീതിയിലായിക്കൊള്ളട്ടെ, പ്രിൻറ്റിലാണെങ്കിൽ ലേ ഔട്ടുകൾ, അല്ലെങ്കിൽ ടെലിവിഷനാണെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രസൻറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എഡിറ്റർ ഈസ് നോട്ട് മിസ്സിങ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ചെറുപ്പിക്കിയത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 100 മറ്റ് എക്സാമ്പിൾസ് കാണും. പക്ഷെ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ച് ഇവിടെ നിർത്തിയുകൊണ്ട് ദ റിമോട്ട് ഇസ് ഇൻ മൈ ഹാൻഡ്. ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ എനിക്കറിയില്ല, കേരളത്തിൽ അവർ റിപ്പോർട്ട് ചെയ്ത് 20th ഗെയിം ചേഞ്ചിങ് ലാത്തി ചാർജ് നടക്കുന്നത്. 21st ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 22nd മോർണിംഗിലാണ് ഇതിനെ ഒരു ലോ ആൻഡ് ഓർഡർ എന്ന രീതിയിൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം എന്ന രീതിയിൽ ഗവൺമെൻറ്റിനെ പ്രൊജക്റ്റ് ചെയ്യാൻ, ആ നെറേറ്റീവിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് റിപ്പോർട്ട് വരുന്നത് 22nd മോർണിംഗിനാണ്. ഇത് വന്നത് ഡിജിറ്റൽ മീഡിയയിലല്ല, സോഷ്യൽ മീഡിയയിലല്ല, ടെലിവിഷൻ മീഡിയയിലല്ല. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇന്ത്യ, ഹിന്ദു പത്രത്തിൽ ആണ് വിജയദാസ് സിംഗ് എന്നും ഭൂട്ടാനി എന്ന് പറയുന്ന 2 റിപ്പോർട്ടേഴ്സ്, അവരുടെ വളരെ ട്രഡീഷണൽ രീതിയിലുള്ള റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് ഇറ്റ് ചേഞ്ച് ദ കോംപ്ലക്ഷൻ ഓഫ് ദ നറേറ്റീവ്. അതുവരെ അവർ കൊണ്ടുവന്ന ആൻറ്റിനാൽസ് മറ്റൊരു പെല്ലറ്റിന്, അതായത് കശ്മീരിൽ ഉപയോഗിച്ച ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഒപ്രഷൻ ഡൽഹിയിൽ, നമ്മുടെ ക്യാപിറ്റലിൽ, നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ എത്തി എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ഉള്ള വാർത്ത. അത് നോക്കുക,
ഞാൻ നമ്മുടെ റീഡേഴ്സിനെയും കൂടെ അവിടെ ഞാൻ യൂഷ്വലി ഐ ബ്ലെയിം റീഡേഴ്സ് ഓൾസോ. ഞാൻ പറഞ്ഞു റീഡേഴ്സ് കനോട്ട് അബ്സോർബ് ദംസെൽസ് ഫ്രം വെയർ വി ഹാവ് റീച്ച് എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇത് പേജ് 4-ലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾ എഡിറ്റർ മിസ്സിംഗ് അല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു എഡിറ്റർ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ഇതൊരു ബ്ലൈൻഡ് പേജ് 1 ലീഡാണ്. എന്തൊക്കെ സംഭവിച്ചാലും ആ ദിവസം ഒരു ബ്ലൈൻഡ് ലീഡാണ്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 റിപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടായിരിക്കും ഇത് ഒന്ന് വി മസ്റ്റ് അപ്രീഷിയേറ്റ് ദ ന്യൂസ് പേപ്പർ പബ്ലിഷിംഗ് ഇറ്റ്. ഫുൾ ക്രെഡിറ്റ് ടു ഹിന്ദു ന്യൂസ് പേപ്പർ, അത് ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത 5-ാം പേജിലോ 4-ാം പേജിലോ കൊടുത്തതിൻ്റെ അർത്ഥം എഡിറ്റർ ഈസ് നോട്ട് മിസ്സിങ്. എഡിറ്റർ ഉള്ളതുകൊണ്ടാണ് അത് അവിടെ വന്നത്. എഡിറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് അപ്പിയർഡ് ഓൺ പേജ് 1 എന്നാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നൊരിത് പൊതുവേ ബിജുവിനും അറിയാം, ഞാനും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ ഒരു റൈവൽ ന്യൂസ് പേപ്പറോ ഓർഗനൈസേഷനോ ഒരു സ്റ്റോറി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ബാക്കി കോമ്പറ്റീഷൻ ഇൻസ്റ്റിങ്ക്റ്റ് ആ സ്റ്റോറിയെ ഡിമീൻ ചെയ്യുക, അതിനെ മലൈൻ ചെയ്യുക, അതൊരു സ്റ്റോറി അല്ല എന്ന് പ്രൂവ് ചെയ്യുക. ഇതിനാണ് നമ്മളെല്ലാം ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഹിന്ദു പത്രമാണ് ഈ സ്റ്റോറി ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റോറി വന്ന ഉടനെ ഇമ്മീഡിയറ്റ് ഡൽഹി പോലീസ് ഒരു ഡിനയൽ, അത് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് ഒരു ഡിനയൽ, വളരെ ഒരു ലോയേഴ്സ് ഡോഡ്ജ് എന്ന് പറയുന്ന ഡിനയൽ, അതായത് ഡൽഹി പോലീസ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. ഡൽഹി പോലീസ് ഉപയോഗിച്ചില്ല, ശരിയാണ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സാണ് ഉപയോഗിച്ചത്. പക്ഷേ പിന്നീട് തെളിഞ്ഞു അതൊരു ഡൽഹി പോലീസ് ഓഫീസറുടെ ഇൻസ്ട്രക്ഷനോടെയാണ്. പക്ഷേ എന്നിട്ട് പോലും ന്യൂസ് പേപ്പറും പിൻവാങ്ങിയില്ല, റിപ്പോർട്ടേഴ്സും സ്റ്റോറി ദേ സ്റ്റുഡ് ബൈ ദ സ്റ്റോറി, വിച്ച് ഇസ് എ വെരി വെരി ബിഗ് തിങ്. അതായത് ആലോചിച്ച് നോക്കൂ, അതിന് താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ അത് വായിക്കാൻ പറ്റില്ല. 2.3 മില്യൺ വ്യൂസാണ് ഈ ഡിനയിൽ കണ്ടിരിക്കുന്നത്. അതായത് 23 ലക്ഷം ആളുകളാണ് ഈ ഡിനയിൽ വായിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ആ റിപ്പോർട്ടേഴ്സ് ദേ സ്റ്റുഡ് ബൈ ദ സ്റ്റോറി, ന്യൂസ് പേപ്പർ ഓൾസോ സ്റ്റുഡ് ബൈ ദ സ്റ്റോറി. അപ്പോൾ ഇതൊന്നും എഡിറ്റർ മിസ്സിങ്ങിൻ്റെ തെളിവുകളല്ല. ഒരു മാനേജ്മെൻറ്റ് എഡിറ്ററിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ റിപ്പോർട്ടേഴ്സ് ഒരിക്കലും ചെയ്യാനും പറ്റില്ല. അവർ ടു സ്റ്റാൻഡ് ബൈ എന്നുള്ളത്. 10 പേര് നമ്മളെ വിളിച്ച് 10 വേണ്ട 2 പേര് നമ്മളെ രാവിലെ വിളിച്ച് ചീത്ത വിളിക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അന്ന് മുഴുവൻ ഡൗട്ടാണ് നമ്മൾ ചെയ്ത് ശരിയാണോ. നമ്മൾ പുറത്ത് കാണിക്കില്ലായിരിക്കും, വി ട്രൈ ടു ബ്രേസൺ ഇറ്റ് ഔട്ട്. പക്ഷേ എനിക്കറിയാം, നമ്മുടെ ഉള്ളിലറിയാം നമ്മൾ ചെയ്തത് ശരിയാണോ. ഞാൻ കൊടുത്തിട്ടുള്ള പല ഹെഡ്ലൈൻസും എന്നെ പലരും വിളിച്ച് ചെയ്തത് ഇന്നും ഐ എം നോട്ട് ഷുവർ വെദർ ഡിഡ് ദ റൈറ്റ് തിങ് ഓർ നോട്ട്. നമ്മൾ ഓൾവേസ് മിസ്ഗിവിങ്സ് ഉണ്ട്. പക്ഷേ 23 ലക്ഷം പേര് കണ്ട ഒരു ഡിനേനെ വന്നിട്ടും അവർ 1 ഇഞ്ച് പോലും അവർ പോയിട്ടില്ല എന്ന് മാത്രമല്ല, പിറ്റേ ദിവസത്തെ ഫോളോഡ് ദ സ്റ്റോറി. അത് ഹിന്ദുവിൻ്റെ ഒരു അണ്ടർസ്റ്റേറ്റഡ് സ്റ്റൈലിൽ ഹിന്ദു വാസ് മേക്കിംഗ് എ ഡിക്ലറേഷൻ, വി ആർ സ്റ്റാൻഡിങ് ബൈ റിപ്പോർട്ടേഴ്സ്. വളരെ ബ്രേവ് ആയിട്ടുള്ള കറേജേഴ്സുള്ള സമ്മതിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇഫ് യു ആർ ബീറ്റൺ സംബഡി സ്കൂപ്സ് അസ് ഓൺ സംതിങ്, നമ്മുടെ നാച്ചുറൽ ഹ്യൂമൻ ടെൻഡൻസിയാണ്. അത് അങ്ങനെ വലിയ സ്റ്റോറി ഒന്നുമല്ല. പക്ഷേ ഇത് പിറ്റേ ദിവസം ഹിന്ദുവിൻ്റെ ഫോളോ അപ്പ് ആണ്. അത് വിതൗട്ട് സേയിങ് എനിത്തിങ് ദേ ആർ ഡിക്ലെയറിംഗ് ദാറ്റ് ദേ സ്റ്റാൻഡിങ് ബൈ ദ സ്റ്റോറി. അതൊരു ഫാമിലിയുടെ കോട്ട് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഇതൊരു വലിയ സ്റ്റോറി ഒന്നുമല്ല, പക്ഷേ അത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോറി അല്ല. ബട്ട് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് ദാറ്റ് വി ഇന്റന്റ് ടു സ്റ്റാൻഡ് ബൈ ദ റിപ്പോർട്ടർ. വി ആർ നോട്ട് ബൈയിങ് ഡൽഹി പോലീസ് സ്റ്റോറി എന്നുള്ളതിൽ. അതിന് വയർ എന്ന് പറഞ്ഞ വിപുൽ കുമാർ എന്ന് പറഞ്ഞ ആൾ പിറ്റേ ദിവസം, അപ്പം ഞാൻ പറഞ്ഞ ആ ഹിന്ദു മറ്റൊരു മീഡിയ, ഓൾഡ് മീഡിയ ആണ്, അവരാണ് ചെയ്തത് എന്ന് പറഞ്ഞ ഒരു ഉള്ളിലൊരു ജലസിയോ എനിയോ ഒന്നും വായിക്കാതെ ഏറ്റവും കോംപ്രിഹെൻസീവായിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് പമ്പ് ആക്ഷൻ, ഇപ്പോൾ പെല്ലറ്റ് ഗൺ എന്താണ്, അതിനെക്കുറിച്ച് അത്ര ഡയഗ്രാംസ് വെച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് കാണിക്കാൻ പറ്റാത്തത് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചത്. വയറിൻ്റെ ഫൗണ്ടർ എഡിറ്റർ ആരാണ്? സിദ്ധാർത്ഥ നേരത്തെ ഹിന്ദുവിൻ്റെ എഡിറ്ററുമായിരുന്നു. നേരത്തെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന ശേഷം നമ്മുടെയൊക്കെ ഹോബി ആ സ്ഥാപനത്തിന് കഴിയുന്നത്ര കുറ്റം പറയും. ആഫ്റ്റർ മീ ഡെല്യൂജ് എന്ന്, ഞാൻ പോയ ശേഷം അവിടെ എല്ലാം മോശമായി എന്ന് പറയും. പക്ഷേ അതൊക്കെ സിദ്ധാർത്ഥൻ വരദൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേസും പ്യുവർ ജേർണലിസ്റ്റും ഉള്ള, അവർ ജേർണലിസം മാത്രം ഇവിടെ കണക്കാക്കിയിട്ടുള്ളൂ. പിന്നുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ്. ഇത് പ്രധാനമന്ത്രി ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് കൊണ്ടുവരും, ശിക്ഷിക്കും. അപ്പോൾ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ആദ്യത്തെ വരി PM സ്റ്റെപ്സ് ഇൻ, ഏതോ ഒരു അവതാരം ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയല്ലേ ഈ സംഭവം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദ വെരി ഫസ്റ്റ് ആ 3 വേർഡ്സ് തന്നെ നമുക്കൊരു ഹിന്റ് തരാണ് ഈ പേപ്പർ വേർ ആർ ദ ഡ്രൈവിങ് ഇറ്റ്. എന്താണ് ഇവരുടെ റിപ്പോർട്ടിങ്? ഈ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ വരില്ല. ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള റിപ്പോർട്ടറിൽ സ്റ്റെനോഗ്രാഫി റിപ്പോർട്ടിംഗ് നമ്മൾ പറയില്ല. ഇപ്പോഴൊന്നും ഔട്ട്ഡേറ്റഡ്, 19th സെഞ്ചുറിയിൽ ഔട്ട്ഡേറ്റഡ് ആണ് ഈ സ്റ്റെനോഗ്രാഫി. ഹി സെഡ്, ഷീ സെഡ്, ഹി ആഡഡ്, ഹി ഓൾസോ സെഡ്, ഹി പോയിന്റഡ് ഔട്ട്, ഹി അവാർഡ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് മ്യൂസിയം പീസ് അല്ല. ഇത് ഹാപ്പൻ, ഇത് 22 പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നത് 22nd അപ്പോൾ 1-2 ആഴ്ചക്ക് മുമ്പ് നടന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ കവറേജാണ്. അത് PM സ്റ്റെപ്സ് ഇൻ. അദ്ദേഹം എന്തോ ഒരു വലിയൊരു ഔദാര്യം ചെയ്തു. എവിടുത്തോ ശരിക്കും വിദേശത്ത് കറങ്ങി നടന്നിട്ട് തിരിച്ചു വന്നു എന്നുള്ള, അത് അദ്ദേഹത്തെ പരിഹസിച്ച് വഴിയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ലുക്സ് ലൈക്ക് ഹി ഈസ് ഡൂയിങ് സംതിങ് ബിഗ് എന്നിട്ട് വളരെ പ്ലെയിൻ വലിയ റിപ്പോർട്ടിങ്. ഇതേ സ്റ്റോറി
അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് വളരെ പവർഫുൾ ആയിട്ടുള്ള എഡിറ്ററുണ്ട്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാണ് രാജ്കുമാർ ഷാ. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല. പക്ഷെ ഞാൻ വീണ്ടും എൻ്റെ സംശയം ഞാൻ പറയുന്നത്, ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു കളക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിപ്പോർട്ടേഴ്സ് ഉള്ള ഒരു പത്രം ഇപ്പോഴും ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ വളരെ നല്ല റിപ്പോർട്ടിംഗ്, ആവശ്യമുള്ളപ്പോൾ ക്യാൻ സ്കെയിൽ അപ്പ് ദെയർ ഗെയിം എന്ന് പറയും പോലെ. അപ്പോൾ അങ്ങനെ ഉള്ളവരടുത്ത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ സംശയം എഡിറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ കാര്യം. അതേസമയം വയർ എന്ന് പറഞ്ഞു, വീണ്ടും വയർ എങ്ങനെ റിപ്പോർട്ട് ചെയ്തത്? ഇൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ സ്റ്റുഡന്റ് ആങ്കർ, മോദി റിപ്പീറ്റ്സ് എ പ്രോമിസ് ഹി മെയ്ഡ് അറ്റ്ലീസ്റ്റ് 4 times in 3 years. അതാണ് അവരുടെ സ്റ്റോറി. ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, ഇത് ഈ വയറിന്റെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വലിയൊരു ഗുണം, അവർ എപ്പോഴാണ് സ്റ്റോറി റിപ്പോർട്ട് ചെയ്യുന്നത് ടു ദ ലാസ്റ്റ് സെക്കൻഡ് നീച്ച് യു ക്യാൻ റീഡ് ഇറ്റ്. അപ്പോൾ ഇവര് ഈ ഇന്ത്യൻ എക്സ്പ്രസ് ക്യാരി ചെയ്യുന്നതിന് ഏകദേശം 13 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്ത സ്റ്റോറിയാണ്. 13 hours earlier. ഇന്ത്യൻ എക്സ്പ്രസ് ആ സ്റ്റെനോഗ്രാഫി റിപ്പോർട്ട് പിറ്റേ ദിവസം കൊടുത്ത് അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് വാങ്ങിക്കാൻ. എനിക്കൊന്ന് 6-7 രൂപ കൊടുത്താണ് വാങ്ങിക്കുന്നത്. വയർ ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വയർ ഓൾറെഡി 13 മണിക്കൂർ മുമ്പ് അവർ പറയുന്നത് ഈ പ്രൈം മിനിസ്റ്റർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്നുള്ളത് അല്ലാതെ ബാക്കി എല്ലാം ഇത് റിപ്പീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതൊരു ന്യൂസ് പേപ്പറിൻ്റെ കടമയല്ലേ ഇത് റീഡേഴ്സ്. കാര്യം നമ്മൾ വായനക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് രാവിലെ ബസ്സിൽ കയറണം, ഓട്ടോറിക്ഷ പിടിക്കണം, ജോലി സ്ഥലത്ത് പോകണം, നമ്മുടെ ബോസിൻ്റെ ചീത്ത വിളി കേൾക്കണം. ഇതിനകത്ത് മോദി ഇത് പണ്ട് പറഞ്ഞിട്ടുണ്ടോ നമുക്ക്? യു കനോട്ട് എക്സ്പെക്ട് ആസ് ടു ഗോ ബാക്ക് ആൻഡ് ചെക്ക്. ദാറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ന്യൂസ് പേപ്പർ. അപ്പോൾ ഇവിടെ ഇത് ഒരു എഡിറ്റർ, ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഒരു എഡിറ്റർ അപ്രൂവ് ചെയ്യാതെ ഇങ്ങനെ ഒരു സ്റ്റോറി അപ്പിയർ ചെയ്യില്ല. ആ സ്റ്റോറി മീറ്റിങ്ങിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യണം. എനിക്കിപ്പോൾ ആക്സസ് ഇല്ല ഒരു ന്യൂസ് റൂമിലും. ഞാൻ ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഞാൻ വിഷ്വലൈസ് ചെയ്യണം. ആ ന്യൂസ് റൂം എങ്ങനെയായിരിക്കും അന്ന് രാവിലെ ഇന്ത്യൻ എക്സ്പ്രസിലെ ന്യൂസ് റൂമും വയറിലെ ന്യൂസ് റൂമും എങ്ങനെയാണ് പ്രവർത്തിച്ചത്, വാട്ട് കൈൻഡ് ഓഫ് ഡിസ്കഷൻ വുഡ് ഹാവ് ടേക്കൻ പ്ലേസ്, ഹൂ വുഡ് ഹാവ് ടേക്കൻ ദി ഡിസിഷൻ, ഇതെന്തെങ്കിലും കണ്ടു കാണും. യോഗേന്ദ്ര യാദവ് മേഡ് എ ബിഗ് വീഡിയോ വോട്ട് ഇറ്റ് വെൻ വൈറൽ. ഞാൻ യോഗേന്ദ്ര യാദവ് ഉപയോഗിച്ച വാക്കുകളൊന്നും പറഞ്ഞാൽ എനിക്ക് ഭയമാണ്. എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ 7 തലമുറ മുമ്പും ഇപ്പോഴുള്ള സ്വത്ത് വിറ്റാലും എനിക്ക് അവരോട് കേസ് ജയിക്കാൻ നോക്കില്ല. ആ ഹെഡ്ലൈൻ വായിച്ചു നോക്കും, എന്ത് മനോഹരമായിട്ട് എഴുതിക്കാൻ. കോപ്സ് ബ്ലോക്ക് പ്രൊട്ടസ്റ്റേഴ്സ് മാർച്ച്. ബ്ലോക്ക് ചെയ്ത് പതുക്കെ, മോനെ നിങ്ങൾ പോകരുത്, കുഞ്ഞെ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ് മൃദുലമായി ബ്ലോക്ക് ചെയ്ത് നിർത്തിയാൽ. ഇത് ആ ലാത്തിച്ചാർജ് നടത്തിയ പിറ്റേ ദിവസത്തെ പത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് സ്പെയിൻ ജയിച്ചത് ഓൾ ക്യാപ് ഇതിലാണ് ഹെഡ്ലൈൻ കൊടുത്തിട്ട് കണ്ടു. തൊട്ടപ്പുറത്ത് ആ സ്പെയിൻ ജയിച്ചത് 48 മണിയിൽ കഴിഞ്ഞു. ഒരു തിങ്കളാഴ്ച രാവിലെ ജയിച്ചത് ചൊവ്വാഴ്ചത്തെ പത്രമാണത്. ലോകത്തിന് അറിയാൻ വേണ്ടി ആരുമില്ല. എന്നാലും അത് വലിയ ഓൾ ക്യാപ്പിൽ കൊടുക്കുകയും ഇത് ബ്ലോക്ക് ചെയ്യുന്ന ആ വാക്കത് അവരെ സമ്മതിക്കണം. അത് ഞാൻ പറയുന്നത് എഡിറ്റർക്കാണ് ഫുൾ ക്രെഡിറ്റ്. കാര്യം ഐ വിൽ നോട്ട് ബ്ലെയിം എ സിംഗിൾ റിപ്പോർട്ടർ. ഒരു റിപ്പോർട്ടർ ഇങ്ങനെ ഒരു അബദ്ധം വരുത്തില്ല. വളരെയധികം ഒരു മീറ്റിംഗ് കൂടി ആലോചിച്ച് തെസോറസ് ഒക്കെ നോക്കി ഏത് വാക്കായിരിക്കും ഏറ്റവും മൃദുലമായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് കണ്ട് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എഡിറ്റർ മിസ്സിംഗ് അല്ല, എഡിറ്റർ വെരി മച്ച് പ്രസൻറ്റ്. അവരൊക്കെ തന്നെയാണ് നമ്മുടെ വലിയ പ്രശ്നവും. ഇത് വേറൊരു എഡിറ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് വേദാന്ത അഗർവാൾ. പീക്ക് ടി വി എന്ന് പറഞ്ഞാൽ ഇത്തവണ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആ പ്രൊട്ടസ്റ്റ് കവർ ചെയ്ത് പീക്ക് ടി വി എന്ന് പറഞ്ഞൊരു ഒരു ഫിനോവനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഇതിൽ പീക്ക് ടി വി. അതുകൊണ്ട് പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു കുട്ടി, അതും ഇദ്ദേഹവും, ഇവർ രണ്ടുപേരും NDTV ജോലി ചെയ്തു. ഇത് വേറൊരു വലിയൊരു മെസ്സേജാണ്. ഇതിൻ്റെ പേര് വേദാന്ത അഗർവാൾ. ഈ വേദാന്തിൻ്റെയും പ്രിയദർശിനിയുടെയും അവരുടെ കരിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം തരും. കാര്യം എന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന, അവർ മാത്രം എൻ്റെ വീട്ടിലും പലപ്പോഴും നിങ്ങൾ ഈ വലിയ വാർത്താനമൊക്കെ പറയുന്നു, പക്ഷേ ഞങ്ങൾക്ക് ജോലി വേണ്ടി ജീവിക്കാൻ, ജോലി കിട്ടുന്നത് എളുപ്പമല്ല. ഇപ്പോൾ അദാനിയുടെ കമ്പനി NDTV ആണ് ജോലി കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് EMI അടയ്ക്കണം, ഭക്ഷണത്തിന് ഇത് വേണം, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവർ NDTV വളരെ സുഖകരമായിട്ട് ജോലിയായിരുന്നു ഈ രണ്ടുപേരും. അത് അദാനി വാങ്ങിച്ച ശേഷം, അതോ അതിന് മുമ്പാണെന്നറിയില്ല, അതിന് ശേഷമാണെന്ന് തോന്നുന്നു, അവർക്കെന്തോ NDTV ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അവർ സ്വയം പീക്ക് TV എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ഒരു ടെലിവിഷൻ, എല്ലാവർക്കും പറ്റുന്നതല്ല, പക്ഷെ അവർ ചെയ്തു. വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. എന്ന് പറഞ്ഞാൽ അഭൂതപൂർവ്വ രീതിയിൽ അവരുടെ ഗ്രോത്ത്. ഇന്ത്യയിൽ ഒരു മീഡിയ വളരെ, രവീഷ് കുമാറിന് മാത്രമേ അങ്ങനത്തെ ഒരു ഇത് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റൂ. അത് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇവരുടെ കുറച്ച് സ്പോട്ട് ഇത് മറ്റേ ഇറിഗേഷൻ പ്രശ്നം അവിടെ അവരുടെ ഇടയിലിരുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ചന്ദ്രമന്ദിലും. അപ്പം ഞാൻ ഈ വേദാന്ത അഗർവാളിൻ്റെ റിപ്പോർട്ടിങ് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കരുത്, വേദാന്ത അഗർവാൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൽ പറയാറുണ്ട്, മനോരമ മാപ്പ് ഇട്ടില്ലെങ്കിൽ ഈ കൊടുങ്കാറ്റിന് വരാൻ വഴി മറക്കുന്നത്. അതുപോലെ മാപ്പ് ഇല്ലാതെ വേദാന്തിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് ചന്ദ്രമന്ദിൽ സംഭവിച്ചപ്പോൾ ഇദ്ദേഹം പറയായിരുന്നു, പാർലമെൻറ്റിൻ്റെ ഒരു സൈഡിൽ വെസ്റ്റ് സൈഡിൽ നിന്ന് അവർ ബ്ലോക്ക് ചെയ്തിട്ട് ടിയർ ഗ്യാസ് ചെയ്യുക, ഇപ്പുറത്തെ സൈഡും ടിയർ ഗ്യാസ് ചെയ്യുക. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെ പിൻസർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പണ്ട് ജർമ്മൻ സെക്കൻഡ് വേൾഡ് വാർ കേട്ടിട്ടുണ്ട്. അതുപോലെ പിൻസർ അറ്റാക്ക് ചെയ്ത്, കാര്യം ഇവർ എസ്കേപ്പ്. സാധാരണ എന്തിനാണ് നമ്മൾ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത്? ഡിസ്പേഴ്സ് ചെയ്യാൻ, ലാസ്റ്റ് അതിനാണ് ആളുകളെ ഓടിക്കാൻ. പക്ഷേ ഇവരുടെ ഉദ്ദേശം അതായിരുന്നില്ല. ഇവരുടെ ഉദ്ദേശം
രണ്ട് സൈഡിൽ നിന്ന് ഇവരെ പിൻ ഡൗൺ ചെയ്തിട്ട് ഇതിൽ പിൻ ചെയ്തിട്ട് കഴിയുന്നത്ര തല്ലുക എന്നുള്ളത്. അത് വേദാന്ത് വളരെ ഒരു മാപ്പോ ഗ്രാഫിക്സോ, കാരണം അവിടെ നിന്ന് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫോട്ടോ പോലും എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങിലൂടെ വേദാന്ത കളിച്ച് അത് ചെയ്തു. അത് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് പല ഇൻ്റർവ്യൂസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഇങ്ങനെ ഈ ജന്തർ മന്തർ മൂവ്മെൻറ്റിൽ അങ്ങ് കംപ്ലീറ്റ് ഇമേഴ്സായി കണ്ണഞ്ചപിക്കുന്ന രീതിയിൽ അവരുമായിട്ട് കൺവേർട്ട് അങ്ങനെയല്ല. ഇദ്ദേഹം അവരെ ക്രിട്ടിസൈസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ലെവൽ ഹെഡഡ് ആയിട്ട്, എത്ര ഇതായിട്ട് ഒരു ന്യൂസ്മാനിന്, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേഴ്സണ് വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ കൂൾ, ഒരു അണ്ടർ പ്രഷർ ടു റിമെയിൻ കൂൾ എന്നുള്ളത് അതിൻ്റെയൊക്കെ ഏറ്റവും നല്ല എവിഡൻസാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്, ഹീസ് എൻ എഡിറ്റർ. ഇന്ത്യയിൽ ഇപ്പോഴത്തുള്ള നമുക്ക് അറിയാവുന്ന ഒരു എഡിറ്റർ ആലോചിക്കൂ. ഏതെങ്കിലും ഒരു എഡിറ്റർ, ഞാൻ ചലഞ്ച് ചെയ്യണം, ഏതെങ്കിലും എഡിറ്റർക്ക് ഇദ്ദേഹം ഡിസ്ക്രൈബ് പോലെ അവിടെ എന്താണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാര്യം അവിടെ ഒരു മനുഷ്യൻ പോലും അവിടെ പോയിട്ടില്ല. ഒന്നുകിൽ അടികൊള്ളും, അല്ലെങ്കിൽ ദേവർ നോട്ട് ഇൻട്രസ്റ്റഡ്. 23 ദിവസം ഇഗ്നോർഡ് ഇറ്റ്. അതിനുശേഷമാണ് അവർ റിപ്പോർട്ട്സ് അയച്ചു കൊടുക്കുന്നത്. അതും ഏറ്റവും കവാഡൈസാണ്. അതായത് അർണബ് ഗോസ്വാമി അല്ലേ അവിടെ പോകേണ്ടത്. അവിടെ പാവം റിപ്പോർട്ടർ അയച്ച് അവർക്ക് തല്ലു കൊടുപ്പിക്കേണ്ടല്ല, അർണബ് ഗോസ്വാമിയാണ് പോകേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നബിക കുമാറാണ് പോകേണ്ടിയിരുന്നത്. അവരൊന്നും പോകാതെ. അപ്പോൾ ഞാൻ നമ്മളാലും അപ്പോൾ എഡിറ്റർ ഇത് ഏറ്റവും നല്ല എഡിറ്റർ ഇസ് നോട്ട് മിസ്സിംഗ്, ഹി ഈസ് ദെയർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ തിക്ക് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് അവരുടെ. അപ്പോൾ ഞാനത് പറയുന്നു. ഇത് വേറെ സുപ്രിയ ശർമ്മ, സ്ക്രോൾ എന്ന് പറഞ്ഞ അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. സുപ്രിയ ശർമ്മ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ, ഇപ്പം ഞാൻ ഇതെല്ലാം സബ്ജക്റ്റീവാണ്, ഷീ ഈസ് അൺഡൗട്ടഡ്ലി ദ ബെസ്റ്റ് എഡിറ്റർ ഇൻ ഇന്ത്യ എന്നുള്ള കാര്യം. സ്റ്റോറി പ്ലാൻ ചെയ്യുന്നത്, സ്റ്റോറി കവർ ചെയ്യുന്നതിന്. അപ്പോൾ അവിടുത്തെ പ്രശ്നമൊക്കെ ഉണ്ടായ ശേഷം പിറ്റേ ദിവസം അരുന്ധതി രാഗം കൊണ്ട് സുപ്രിയ അവിടെ പോകുന്നു ഏർലി മോർണിംഗിൽ. ഒരു ഇൻ്റർവ്യൂ, അത് ഞാനിത് കാണിക്കും കാര്യം ദിസ് മോർ ഓഫ് പീപ്പിൾ ആർ വെരി ഫെമിലിയർ വിത്ത് ദിസ്. പക്ഷേ സുപ്രിയ ശർമ്മയുടെ ഗ്രേറ്റ്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, ആരും ചെയ്യാത്ത സ്റ്റോറികൾ അവർ റിപ്പോർട്ടേഴ്സിന് കൂടി ചെയ്യിക്കുക എന്ന് മാത്രമല്ല, റിപ്പോർട്ടേഴ്സിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കുക. ഇതൊരു വലിയ കാര്യമാണ്. പല എഡിറ്റേഴ്സും റിപ്പോർട്ടേഴ്സിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം JNU നമുക്ക് 2015-16 JNUവിൽ നിന്നാണ് ആദ്യമായിട്ട് ശരിക്കും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനായിട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നാണ് ഒരു ചലഞ്ച് വന്നത്. അപ്പോൾ അതിൻ്റെ 10 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആരെങ്കിലും ചെയ്തിട്ട് ഇവർക്ക് എന്ത് പറ്റി കുട്ടികൾക്ക്? ആ JNUവിൽ 10 വർഷം കഴിഞ്ഞ് റോള് ഒരു സ്റ്റോറി ചെയ്തായിരുന്നു. 10 വർഷത്തിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് മാത്രമല്ല, ആ സ്റ്റോറി വളരെ പോപ്പുലർ ആവുകയും, ആ പോപ്പുലറായി കഴിഞ്ഞപ്പോഴേക്കും സുപ്രീം ശർമ്മ, ഈ അനന്ത് ഗുപ്ത എന്ന് പറഞ്ഞ റിപ്പോർട്ടർ, ഈസ് ബ്രില്യൻ റിപ്പോർട്ടർ, അല്ല SIRലൊക്കെ വളരെ മനോഹരമായിട്ട് റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ അനന്ത് ഗുപ്തയെ സുപ്രിയ ശർമ്മ, അതായത് എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്വന്തം റിപ്പോർട്ടറുടെ ഇൻ്റർവ്യൂ ആണ്, എങ്ങനെയാണ് നിങ്ങൾ സ്റ്റോറി ചെയ്തതെന്ന്. അപ്പോൾ അതിൽ കൂടുതൽ ഒരു പുലിറ്റ്സർ പ്രൈസിനെ കാട്ടി പ്രഷ്യസ് ആയിരിക്കും ആ റിപ്പോർട്ടർ ജീവിതത്തിൽ. സ്വന്തം എഡിറ്റർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 3.5 lakh പീപ്പിൾ ആളുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അനന്ത് ഗുപ്ത, സുപ്രിയ ശർമ്മ ഇൻ്റർവ്യൂ. അപ്പം അവിടെ ഞാൻ പറയാൻ പോകുന്ന എഡിറ്റർ ഇസ് വെരി മച്ച് ദെയർ ഇൻ ദ തിക്ക് ഓഫ് തിങ്സ്. ഷീ ഓർ ഹീ ഈസ് നോട്ട് മിസ്സിങ് എന്നുള്ള ഇത് വീണ്ടും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്നുള്ള ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ E20 എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ഫിഗർ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ക് വെച്ച ഒരു ഫിഗർ കണ്ടുപിടിച്ചു, 88.23 crore. ഞാൻ ചോദിക്കുകയാണ്, ഈ മലയാളത്തിലെയോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയോ ഇന്ത്യൻ സൂപ്പർ ഇത്രയും റിസോഴ്സസ് ഉള്ള, ഇത്രയും പൈസയുള്ള സിനിമാ നടന്മാരെ മറ്റൊരു വിളിച്ച് ഷോ നടത്തുന്നവർ, അവരുടെ ഒരു 1% റിസോഴ്സ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലവാക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു സ്റ്റോറിക്ക് വേണ്ടി. അപ്പോൾ ഈ സ്റ്റോറി ചെയ്ത ആയുഷ്വി കാർണൽ, അഗൈൻ വൺ ഓഫ് ദ ഫൈനസ്റ്റ് റിപ്പോർട്ടേഴ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾ ജേർണലിസം സ്റ്റുഡൻസ് ഈ പേര് കേട്ടിട്ടില്ലെങ്കിൽ യു മസ്റ്റ് കൺഫ്രണ്ട് യുവർ ടീച്ചർ ആൻഡ് ആസ്ക് ദ മണി ബാക്ക്. പ്രസ് ക്ലബിൽ നിങ്ങൾ പൈസ തിരിച്ചു ചോദിക്കണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ആയുഷിക്കാരനെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് സുപ്രിയ ശർമ്മയെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ചോദിക്കണം. യു മസ്റ്റ് ഡിമാൻഡ് യുവർ മണി ബാക്ക്, അല്ലെങ്കിൽ യു ആർ ബീങ് ചീറ്റഡ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ആയുഷിക്കാർന്ന റിപ്പോർട്ടറാണ്. അത് ഈ സ്റ്റോറി എഡിറ്റ്, അവർ റിപ്പോർട്ടേഴ്സ് കളക്റ്റിൻ്റെ വേറൊരു വളരെ നല്ലൊരു ഇതുണ്ട്, ആരാണ് സ്റ്റോറി എഡിറ്റ് ചെയ്തതെന്നും കൂടെ. കാരണം അല്ലെങ്കിൽ ഇപ്പം ഞാനൊക്കെ ഡെസ്കിലുണ്ടായിരുന്നു, നമ്മൾ ഫേസ്ലെസ് ആണ്, നമ്മളെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ അവരെപ്പോഴും പറയും ആരാണ് ഈ സ്റ്റോറി എഡിറ്റ് ചെയ്തിരിക്കുന്നത്, നിതിൻ എന്ന് പറഞ്ഞാൽ അവരുടെ എഡിറ്ററാണ് ഈ സ്റ്റോറി എഡിറ്റ് ചെയ്യുന്നത്. അവരുടെ പത്രത്തിൻ്റെ എഴുതുമ്പോൾ എഡിറ്റർ ഇസ് നോട്ട് മിസ്സിങ്, ഈസ് വെരി മച്ച് ദയർ. നിതിൻ സേത്തി എന്ന് പറഞ്ഞാൽ പത്രത്തിൻ്റെ ഏറ്റവും ഫൗണ്ടർ എഡിറ്ററാണ്. അപ്പം ഒരു ആലോചിച്ച് നോക്കൂ, നമുക്ക് ട്രഡീഷണലിൽ സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു യങ് റിപ്പോർട്ടർ ഫീൽഡിൽ പോയി റിപ്പോർട്ട് ചെയ്ത് വരുന്നു, എഡിറ്റർ, അതായത് ഏറ്റവും വലിയ പ്രൊഫഷണൽ, അദ്ദേഹം ഇരുന്ന് സ്വയം അത് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽപ്പറ്റി റെക്കഗ്നിഷൻ റിപ്പോർട്ടർ കിട്ടാനുണ്ടോ? അപ്പോൾ ഇത് പലപ്പോഴും ശമ്പളത്തിനെക്കാട്ടിയും മറ്റും ഇതൊക്കെ ദീസ് തിങ്സ് മാറ്റർ എന്നുള്ളതിൽ. അടുത്ത വീണ്ടും റിപ്പോർട്ടേഴ്സ് അതിന് ബംഗാളിനെ കുറിച്ച്, ഇതാരും പറയാത്ത, ബംഗാളിലെ ഞാൻ ജോലി ചെയ്യുന്ന പത്രം ഉൾപ്പെടെ ചെയ്യാത്ത സ്റ്റോറികളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വീണ്ടും ജോഗ്രാഫിക്കൽ ബാരിയേഴ്സ് അവർ ട്രാൻസെൻഡ് ചെയ്യാണ്. ഇവർ ഡൽഹി ബേസ്ഡ് ആണ്, പക്ഷേ
എവിടെ സ്റ്റോറി ഉണ്ടെങ്കിലും ദേർ ബംഗാളിലാണെങ്കിൽ ബംഗാൾ, ബീഹാറിലാണെങ്കിൽ ബീഹാർ. അങ്ങനെ ആയിരിക്കണം ഒരു ന്യൂസ് പേപ്പർ. ഈ നാഷണൽ, ലോക്കൽ ഇതൊക്കെ വെറും ലേബൽസ് ആണ്. ഇന്റർനാഷണൽ എവിടെയാണ് സ്റ്റോറി ദേർ യു ഷുഡ് ബി ദേർ. അപ്പോൾ ഇതും ചെയ്തിരിക്കുന്ന ആയുഷിയാണ്. അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ മാനേജിങ് എഡിറ്റർ അമീൻ എന്ന് പറഞ്ഞ മാനേജിങ് എഡിറ്റർ. അപ്പോൾ ഞാൻ പറയുന്നത് എഡിറ്റേഴ്സ് ആർ വെരി മച്ച് ദർ നോട്ട് മിസ്സിങ് എന്ന്. അവസാനമായിട്ട് അപ്പം ഞാൻ കൂടുതൽ ഡിജിറ്റൽ മീഡിയ പറഞ്ഞുകൊണ്ട് വീണ്ടും പറയാണ്, ഈ അടുത്ത കാലത്ത് ഛത്തീസ്ഗറിൽ മാവോയിസ്റ്റിനെതിരായിട്ടൊക്കെ വലിയ ഒഫൻസീവ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മീനാകണ്ഠ സ്വാമി എന്ന പോയറ്റിനെ കമ്മീഷൻ ചെയ്ത് അവിടെ അയച്ചത് ഫ്രണ്ട് ലൈൻ എന്ന മാഗസീനാണ്. അവരുടെ എഡിറ്റർ ആണ്, അതൊരു വനിതയാണ്, വൈഷ്ണവ് റോയാണ് അയച്ചത്. അപ്പോൾ എഡിറ്റേഴ്സ് അത് ദിസ് ഇസ് ഓൾസോ അൺയൂഷ്വൽ. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് തീസിസ് ഉണ്ടെന്നോണല്ലേ? ഇപ്പോൾ ഉണ്ടോ പ്രിസ്ക്രൈബ് കോഴ്സ് കഴിയുമ്പോൾ? തീസിസ് ഇല്ല, പണ്ട് തീസിസ് ഉണ്ട്. വളരെ അൺയൂഷ്വൽ ഫിനോമിനൽ ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നത്, പല ന്യൂസ് പേപ്പറിൻ്റെയും തലപ്പത്ത് വനിതകളാണ് ഇപ്പോൾ എഡിറ്റേഴ്സ് ആയിട്ടിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. അത് പണ്ട് ഉള്ള ഈ ഒരു ഓർണമെന്റൽ പോസ്റ്റില്ല. പണ്ട് ഈ റെസിഡന്റ് എഡിറ്റേഴ്സ് എന്നും പറഞ്ഞ് ഇവിടെ കേരളത്തിലെ കൊണ്ട് വലിയ ആഘോഷമുണ്ട്. എത്രയോ നാളുകളുടെ യൂണിറ്റ് ഹെഡ് ആയാലും എന്ത് ചെയ്യാൻ? യൂണിറ്റ് ഹെഡ് മീൻസ് യുവർ എ മെട്രോ എഡിറ്റർ. ഇറ്റ് ഡസൻ മീൻ യുവർ ന്യൂസ് പേപ്പേഴ്സ് എഡിറ്റർ. ഇതങ്ങനെയല്ല. വൈഷ്ണവ് റോയ് ഉണ്ട്, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഡിയാണ്, വയറിന്റെ ലേഡിയാണ്, അനന്തപ്രസാദ് പത്രികയുടെ ഒരു ലേഡിയാണ്, ഔട്ട്ലുക്കിന്റെ ലേഡിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഒരേ സമയത്ത് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സുള്ള ഇത്രയും വനിതാ എഡിറ്റേഴ്സ് ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ള എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറയണം. അതിനെക്കുറിച്ചൊക്കെ യു മസ്റ്റ് ഇൻസിസ്റ്റ് ഓൺ ഇറ്റ്. യു ഷുഡ് സെറ്റ് ദ അജണ്ട. യു ഷുഡ് നോട്ട് അലോ ദം ടു വീണ്ടും പഴയ അങ്കിൾ മീഡിയ. നിങ്ങളത് പറയും. ഈ മനോരമ പത്രവും മാതൃഭൂമി പത്രവും തൃശ്ശൂർ പൂരത്തിന് പിറ്റേ ദിവസം അവരുടെ മെയിൻ ആർട്ടിക്കിൾ വഴി എനിക്ക് ഒന്നും മനസ്സിലായില്ല വായിച്ചാൽ. എന്തോ സംസ്കൃതമോ മണിപ്രവാളോ എന്തൊക്കെ പറഞ്ഞ് സൂര്യൻ അവിടെ ഉപയോഗിച്ചു, കടൽമാല എവിടെ, തൃശ്ശൂർ എവിടെയാണ്, കടലിൽ നിന്ന് എന്തോ ആരൊക്കെ പൊക്കിപ്പോയി. ഈ നിങ്ങൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടിങ് യു മസ്റ്റ് റെഫ്യൂസ് ടു ലേൺ ദിസ്. തോറ്റുപിച്ചാലും ഞങ്ങൾക്കത് പഠിക്കേണ്ടെന്ന് പറയണം. പുതിയ ലാംഗ്വേജ്, പുതിയ റിപ്പോർട്ടിംഗ് സ്കിൽസ്, പുതിയ എഡിറ്റിംഗ് സ്കിൽസ്, ഇതെല്ലാം കിടപ്പം നിങ്ങൾ ഒരിക്കലും അത് ഹോപ്പ് ഇല്ലാതാകരുത്. ജേർണലിസം ഇസ് എ സ്റ്റിൽ കരിയറായിട്ട് എത്രമാത്രം റിവാർഡിംഗ് ആണ് എനിക്കറിയില്ല, ആസ് എ മോണിറ്ററി തിങ്. പക്ഷെ അതർവൈസ് ഇറ്റ് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ജേർണലിസം ഇസ് വെരി വെരി ബ്രൈറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്ന കാര്യം ക്യൂരിയോസിറ്റി ഉള്ളിടത്തൊക്കെ അല്ല. ക്യൂരിയോസിറ്റി എന്താണ്? നമ്മളെപ്പോഴും നമ്മളാരെങ്കിലും പുറകോട്ട് നടക്കാറുണ്ടോ? ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് എങ്കിലും പുറകോട്ട് നടക്കാൻ. വി ഓൾവേസ് ത്രസ്റ്റ് ഫോർവേഡ്. അതിൻ്റെ കാര്യം എന്താ? ക്യൂരിയോസിറ്റി. ജേർണലിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഫ്ലെയിം എന്ന് പറഞ്ഞ ക്യൂരിയോസിറ്റിയാണ്. അത് ഉള്ളിടത്തോളം കാലം ജേർണലിസ്റ്റ് വിൽ ബി അലൈവ് ആൻഡ് വെൽ. താങ്ക് യു വെരി മച്ച്.